കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കസ്റ്റമർ നമ്മളെ വിളിക്കുകയുണ്ടായി. 4 കൊല്ലം മുമ്പേ ടൈൽസ് എടുത്തൊരു കസ്റ്റമറാണ്, പിന്നെ ലേഡിയാണ്. അവര് നമ്മളോട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതല്ലേ, നിങ്ങൾ ഞങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് വീഡിയോ ആയിട്ട് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ ചെയ്യാം, എന്താണ് പറയാൻ പോണെന്ന് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവര് പറഞ്ഞു ബാത്റൂമിലേക്ക് അവര് തന്നെ എന്താ പറയുക ഇൻസിസ്റ്റ് ചെയ്തിട്ട് എടുത്തൊരു ഡിസൈൻ ഉണ്ടായിരുന്നു. ആ ഡിസൈന് അത് ഭയങ്കര റഫ് ആയിട്ടുള്ള ഒരു ടൈൽസ് ആയിരുന്നു അവരെടുത്ത്. നമ്മൾ മാറ്റ് ഫിനിഷ് അല്ല കേട്ടോ ഞാൻ പറയണത്, മാറ്റ് ഫിനിഷ് റഫ് ആണ് എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കരുത്. മാറ്റ് ഫിനിഷിനേക്കാളും ഒന്നുകൂടെ റഫ് ആയിട്ട് ഇങ്ങനെ ഈ ചെറിയ മുഴ പോലെ ഇങ്ങനെ കയറി ഇറങ്ങി അതതിന്റെ ഡിസൈൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനത്തെ ഒരു ടൈലാണ് അവരെടുത്ത്. അത് ബാത്റൂമിലേക്കാണ് അവരെടുത്ത്. അതും അത്ര വലിയൊരു പിന്നെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും അല്ല. അങ്ങനെ ആ ടൈല് ബാത്റൂമിൽ എടുത്ത് അവർ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇപ്പൊ ചളി പിടിച്ചിട്ട് ആകെ അതങ്ങോട്ടൊരു വൃത്തിയില്ലാത്ത പോലെ ആയി. ആരെങ്കിലും വന്നാല് ആ ബാത്റൂം കാണിക്കാറില്ല, ഭയങ്കര എംബാരസ്മെന്റ് ആണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ ഫീഡ്ബാക്ക് നമ്മളോട് പറയാൻ പറഞ്ഞാണ്. അപ്പം നിങ്ങൾ ഇനി വീട്ടിലേക്ക് നിങ്ങൾ വീട് പണി നടത്തുമ്പോൾ നിങ്ങൾ ഈ ബാത്റൂം നന്നാക്കി പണിയുമ്പോഴൊക്കെ നിങ്ങൾ റിനോവേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാറ്റ് ഫിനിഷ് ടൈൽ എടുക്കുക കേട്ടോ. മാറ്റ് ഫിനിഷിനെ പറ്റിയിട്ടല്ല ഈ പറയുന്നത്. മാറ്റ് ഫിനിഷിനേക്കാളും ഭയങ്കര റഫായിട്ട് ഭയങ്കര അൺഈവൻ സർഫസ് ഒക്കെ ഉള്ള ടൈലുകൾ നിങ്ങൾ ബാത്റൂമിലേക്ക്, അതും പ്രത്യേകിച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ അല്ലെങ്കിൽ തീരെ എടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ അതിന്റെ പരസ്യത്തിന്റെ കാര്യം വെച്ചിട്ടല്ല ഈ ബ്രാൻഡ് എന്ന് പറയുന്നത്. ഇപ്പം ആ അൺബ്രാൻഡഡ് കമ്പനീസിനൊക്കെ എന്താ വെച്ചാൽ ഓരോ പ്രാവശ്യം ഓരോ ബ്രാൻഡ് നെയിമിലാണ് അവർ ഫാക്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പലരും ഈ ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിലൊക്കെ അവർ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് ഈ ക്വാളിറ്റിയിലുള്ള കോംപ്രമൈസ് വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ടൈൽസ് നമ്മൾ വെട്രിഫിക്കേഷൻ ചെയ്യണം, അത് 1600 to 1800 ഡിഗ്രി ചൂടിൽ നമ്മളത് അത്രയും ഡിഗ്രി ടെമ്പറേച്ചറിൽ അതിന്റെ കടത്തി വിടുമ്പോഴാണ് ഈ വെട്രിഫിക്കേഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പൊ അത് ആ ടെമ്പറേച്ചർ 1 ഡിഗ്രി കുറച്ചാൽ തന്നെ കോടിക്കണക്കിന് ഉറുപ്പിയുടെ ലാഭം. അപ്പൊ ഇത് കുറയണതിനനുസരിച്ച് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എന്റെ വാട്ടർ അബ്സോർപ്ഷൻ റേറ്റ് കൂടും. വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ വരുന്ന വെള്ളമാണെങ്കിലും ചളിയാണെങ്കിലും ഓയിലാണെങ്കിലും കറിയാണെങ്കിലും കൂട്ടാനാണെങ്കിലും ഒക്കെ ഇത് അബ്സോർബ് ചെയ്തിട്ട് ഇതിനെ ആകെ അങ്ങോട്ട് വൃത്തിയേടാക്കും. 2-3 കൊല്ലം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ പറഞ്ഞ മാതിരി ആരെയും കൊടുന്ന് വീട്ടിൽ കൊടുന്ന് കയറ്റാൻ പറ്റാത്ത രീതിയിൽ ഒരു എംബാരസ്മെന്റ് ആവും. അപ്പം ഈ നമ്മൾ കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈൽസുകളാണെങ്കിൽ അവർ ഒരു പരിധി വരെ ഈ കാര്യങ്ങളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യും. തന്നെ നമുക്കൊരു വാറണ്ടി ഉണ്ട്, ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം, അങ്ങനത്തെ കുറെ ഗുണങ്ങളുണ്ട്. ഇനി നിങ്ങൾ അൺബ്രാൻഡഡ് തന്നെയാണ് നിങ്ങളുടെ ഒരു ബഡ്ജറ്റിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്ന് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മാറ്റ് ഫിനിഷ് എടുത്തോ, പക്ഷെ ഭയങ്കര റഫ് ആയിട്ടുള്ള ചെറിയ അൺഈവൺ ആയിട്ടുള്ള ഡിസൈൻസ് ഉള്ള മെറ്റീരിയൽ നിങ്ങൾ എടുക്കാതിരിക്കുക. എടുത്താൽ നമ്മളെ ബാത്റൂമാണ്, നമ്മൾ ഈ ബാത്റൂം ഏറ്റവും കൂടുതൽ റഫ് യൂസ് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതിന് നമ്മൾ കുറച്ച് നന്നായിട്ട് നമ്മൾ അതിന്റെ സെലക്ഷനിലൊക്കെ കുറച്ചുകൂടി ഒരു സയന്റിഫിക് അപ്രോച്ച് നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഇത് നമ്മളൊരു കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ്, നമ്മുടെ അടുത്ത് പറയണം എന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പറയണം എന്ന് ആവശ്യപ്പെട്ടിട്ട് നമ്മൾ പറയുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.